കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ? വെൽക്കം ടു മൈ ഉടായ്പ ഫ്രൈഡ് റൈസ് വീഡിയോ. ഞാൻ അങ്ങനെ പേരിട്ടതിൻ്റെ കാരണം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം മനസ്സിലാവും കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാൻ റൈസ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച ആ സെയിം പാനിൽ തന്നെയാണ് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. കാരണം മനസ്സിലായല്ലോ, പാത്രം കഴുകാനുള്ള മടി. സോ ചിക്കൻ ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കത് മാറ്റി വെച്ചിട്ട് ആ സെയിം പാനിലോട്ട് തന്നെ നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഇന്ന വെജിറ്റബിൾ എന്നൊന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ക്യാരറ്റും ബ്രോക്കോളിയും ക്യാപ്സിക്കവും ആയിരുന്നു, അതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തു. ക്യാപ്സിക്കം അങ്ങനെ അധികം ആഡ് ചെയ്യലില്ലാന്ന് തോന്നുന്നു ഫ്രൈഡ് റൈസിന്, പക്ഷേ എനിക്കതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോട്ടായിട്ട് വരുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, സോസ് ആഡ് ചെയ്യാം. ഞാൻ ടൊമാറ്റോ സോസും സോയാ സോസുമാണ് ആഡ് ചെയ്തത് കേട്ടോ. ഇന്നെൻ്റെ കുഞ്ഞ് അസിസ്റ്റൻറ്റിന് നല്ല കുക്കിംഗ് മൂഡ് ആയതുകൊണ്ട് അവനാണ് എല്ലാം ഹെൽപ്പ് ചെയ്തത് കേട്ടോ. ചില്ലി സോസും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ, പക്ഷെ ഞാനതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അസിസ്റ്റൻറ്റിനെ ഞാൻ കൂടുതൽ അവിടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കരിഞ്ഞ ഫ്രൈഡ് റൈസ് കഴിക്കേണ്ടി വരും. സോ അവനെ ഞാൻ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. ശേഷം റൈസും ചിക്കനും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത ഇച്ചിരി പെപ്പറും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഉടായ്പ ഫ്രൈഡ് റൈസ് റെഡിയായി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഉടായ്പ ഫ്രൈഡ് റൈസ് എന്ന പേര് വന്നതെന്ന്? ഇതിൻ്റെ മെയിൻ 2 ഇൻഗ്രീഡിയൻസ് ആയ എഗ്ഗും ഒനിയനും ഞാൻ ഇട്ടിട്ടില്ല, മറന്നുപോയി ഗൈസ്. സോ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേക്കും എഗ്ഗും ഒനിയനും മറക്കാതെ ഇടുക. അതിന് നല്ലൊരു ഫ്ലേവർ തരുന്നതാണ് ഫ്രൈഡ് റൈസിന്. പിന്നെ ചിക്കനും ആ ഓയിലൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വന്നപ്പോഴേക്കും നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും ഉണ്ടായിരുന്നു. ഏകദേശം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസാണ്.